ഉണ്ടായിരുന്ന ആളുകൾ ചേർന്നാണ് ഉമാ തോമസ് MLA പുറത്തേക്ക് ഈ അപകടം നടന്ന ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്നാണ് ഉമാ തോമസ് MLA എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് ആംബുലൻസ് ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. ഇത്രയും വലിയ പരിപാടി ആയതുകൊണ്ട് തന്നെ ആംബുലൻസിൽ ഡോക്ടർമാരുണ്ടായിരുന്നു. അതൊരു ആശ്വാസമാണ്. അതിവേഗത്തിൽ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ തൊട്ടടുത്ത നിമിഷം നമ്മുടെ ക്യാമറ യൂണിറ്റ് അടക്കം ഈ പരിപാടി കവർ ചെയ്യാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ പരിപാടി ഒരു മിനിറ്റ് പോലും വൈകാതെ തുടരുകയാണ് ചെയ്തത്. നൃത്തം തുടർന്നു. 12,000-ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഭരതനാട്യത്തിൻ്റെ ഒരു ഗിന്നസ് റെക്കോർഡായിരുന്നു ഇവരുടെ ലക്ഷ്യം. ദിവ്യ ഉണ്ണി അടക്കം അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. വലിയ പ്രമോഷനൊക്കെ നടത്തിയ പരിപാടിയാണ്. ആ പരിപാടി തുടരുകയും ചെയ്തു. ഈ പരിപാടി നടക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഈ അപകടത്തെക്കുറിച്ച് മറ്റു പരാമർശങ്ങളൊന്നും പരിപാടിക്കിടയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ആകെ സംഭവിച്ചത് മന്ത്രി സജി ചെറിയാനും ഹൈബിയുടെ MPയും ADGP ശ്രീജിത്തും ഈ പരിപാടിയിൽ നിന്ന് പാതി വഴിയിൽ നിർത്തി അവർ ആശുപത്രിയിലേക്ക് പോയി. അത് മാത്രമാണ് ഇവിടെ നിന്ന് ഈ അപകടത്തിന് ശേഷം സംഭവിച്ച ഒരേ ഒരു കാര്യം. അവർ ഇറങ്ങുമ്പോൾ ഈ തലയ്ക്ക് ഗുരുതര പരിക്കുണ്ട് എന്ന് കണ്ടവർ പോവുകയും ചെയ്തു. ഇത്രയും ഉയരത്തിൽ നിന്നൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു വീഴ്ചയായി തന്നെ എടുത്തു പറയണം. കാരണം ഈ കുഞ്ഞു മക്കളടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരടക്കം ഈ പുരസ്കാരം സ്വീകരിക്കാൻ ഈ വേദിയിലേക്ക് കടന്നു വരേണ്ടതായിരുന്നു. അപ്പോൾ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ MLA ആയതുകൊണ്ട് അവരൊന്ന് പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് താഴേക്ക് വീണത്. കുട്ടികൾക്ക് അതുപോലും ചിന്തിക്കാൻ ഒരു പക്ഷെ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ സ്വാഭാവികമായും മന്ത്രിമാരടക്കം ഇത്രയും VIP-മാർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയുമ്പോൾ അതിന്റെ സുരക്ഷാ മുൻകരുതലുകളെ പറ്റി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു പരിശോധന, പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്ലിയറൻസിന്റെ ഭാഗമായ പരിശോധനയൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? സാധാരണഗതിയിൽ അങ്ങനെയാണ്. മന്ത്രി അടക്കം പങ്കെടുക്കുന്ന പരിപാടിയിൽ ആ സ്റ്റേജിന്റെ ക്രമീകരണം, സ്ഥലത്തിന്റെ ക്രമീകരണം ഒക്കെ പോലീസ് വന്ന് പരിശോധിക്കുന്നത് സാധാരണയാണ്, പതിവാണ്. ഇവിടെ ഫയർഫോഴ്സ് വന്നതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി എന്നതാണ് സംഘാടകർ പറയുന്നത്. അത് പതിവാണ്. കലൂർ സ്റ്റേഡിയത്തിലടക്കം ഏത് പരിപാടി നടന്നാലും ഫയർഫോഴ്സ് എത്തുകയും പരിശോധിക്കുകയും ചെയ്യും. പക്ഷേ ഇത്രയും അലക്ഷ്യമായൊരു സ്റ്റേജ് ക്രമീകരിച്ചത് എന്തുകൊണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. നമുക്ക് അതിൻ്റെ ഒരു അപകടം ഈ സ്റ്റേജ് ക്രമീകരിച്ച ഈ രീതി തന്നെയാണ് അത് എടുത്തു പറയുന്നത്. ഇങ്ങനെ ഒരാൾ അതായത് ഈ വഴിയിലൂടെയാണ് ഉമാ തോമസ് MLA ആളുകൾക്ക് കയറി വരേണ്ടത്. ഈ വഴിയിലൂടെ കയറി വരുന്നു. ഇവിടെ ഉള്ളത് 2 സ്റ്റീലിൻ്റെ ഒരു ക്രമീകരണമാണ്. അത് തന്നെ ഒട്ടും സുരക്ഷിതമല്ല. ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ കുട്ടിയൊക്കെ വരുന്നത് പോലെ ആളുകൾ കയറി വന്ന് ഈ പടി ചവിട്ടി വേണം ഇങ്ങോട്ട് കയറാൻ. ഇങ്ങനെ ഉമാ തോമസ് MLA കയറിയപ്പോൾ ഈ നിരയിലായിരുന്നു കസേര ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ സ്റ്റേജിൻ്റെ ഇതിനോട് ചേർന്ന് മുൻനിരയിലാണ് കസേര ഇട്ടിരുന്നത്. ആ കസേരയിൽ അവർ ഈ ഭാഗത്തായി ഇരുന്നു. അതിനുശേഷം കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി കസേരയിൽ നിന്ന് എണീറ്റ് 2-3 കസേരയ്ക്ക് അപ്പുറത്തേക്ക് നടക്കുമ്പോഴേക്കും സ്ഥലമുണ്ടായിരുന്നില്ല. ഇതുപോലെ ലൈറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. സ്ഥലമുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ബാലൻസ് പോകുന്നത് പോലെ തോന്നി. അവർ ഈ കമ്പിയിൽ പിടിച്ചു എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ അടക്കം നമ്മളോട് നേരത്തെ പറഞ്ഞത്. ആ കമ്പിയിലല്ല, ആ റിബണിൽ പിടിച്ചു. റിബണിൽ പിടിച്ചപ്പോൾ അതൊരു സ്റ്റീൽ കമ്പിയിൽ കെട്ടിവെച്ചിരിക്കുന്ന സാധാരണ ഒരു വേർതിരിവിന് വേണ്ടി മാത്രം നമ്മൾ കസേരകൾ വേർതിരിക്കാൻ വെക്കുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെയാണ് ഇവിടെ ക്രമീകരിച്ചത്. ആ റിബണിൽ പിടിച്ചപ്പോൾ തന്നെ ആ കമ്പി, സ്റ്റീൽ കമ്പി സഹിതം റിബണും സഹിതം അവർ തലകീഴായി പറഞ്ഞ് ഈ താഴ്ചയിലേക്ക് പതിക്കുകയാണ്. അവരുടെ ചെരുപ്പടക്കം ഇപ്പോഴും ആ വീണ സ്ഥലത്ത് കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും ഉയരത്തിൽ നിന്നാണ് താഴേക്ക് പതിച്ചത്. നിലയിലായിരുന്നു. അതിന്റെ വ്യാപ്തി നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. റിയ നിൽക്കുന്ന ഇടത്താണ് ഈ കസേരകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് തൊട്ട് താഴത്തേക്ക് വലിയ താഴ്ചയാണ്. വീട് പോകും എന്ന ഉറപ്പുള്ള തരത്തിൽ അവിടെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ കസേരകൾക്ക് മുന്നിലൂടെ വരികയാണെങ്കിൽ സ്വാഭാവികമായും ബാലൻസ് നഷ്ടപ്പെട്ട് താഴേക്ക് പോകാനുള്ള സാധ്യത എത്രയാണെന്ന് ഈ ആംഗിളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും എത്ര താഴേക്കാണ് പോകുന്നത് എന്ന്. അവിടെ ആ താഴെ വെച്ചിരിക്കുന്ന നീല റിബൺ കെട്ടിയ അതേപോലെയുള്ള സ്റ്റാൻഡുകൾ തന്നെയാണ് മുകളിലും ഉണ്ടായിരുന്നത്. ആ സ്റ്റാൻഡുകൾ തന്നെയാണ് റിയ, അല്ലേ? അതായത് ഉമാ തോമസ് വീണത് ആ റിബണിൽ പിടിച്ച ആ റിബണും കമ്പിയും സഹിതം അവർ താഴേക്ക് വീഴുകയായിരുന്നു. അവരുടെ ചെരുപ്പാണ് ആ കിടക്കുന്നത്. ആ വീണത് ആളുകൾ അവിടെ എടുത്തു വെച്ചു എന്നത് മാത്രമേ ഉള്ളൂ. ആ ഒരു റിബണായിരുന്നു ഇത്രയും ഉയരത്തിൽ ആളുകൾക്കൊരു സുരക്ഷയ്ക്കായി ക്രമീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിൽ സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ച. അവർ പറഞ്ഞതുപോലെ ഇതൊരു കാഷ്വാലിറ്റി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇത് സംഭവിച്ചത് എന്താണെന്ന് പരിശോധിക്കുമെന്നാണ് ഇതിൻ്റെ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധി നേരത്തെ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ സ്റ്റേജിൽ സംഭവിച്ചപ്പോൾ, അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടില്ല എന്ന മറുപടിയും അദ്ദേഹം നൽകുകയുണ്ടായി. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അത് നേരിട്ട് കണ്ടതാണ്. അവർ പറഞ്ഞത് കൃത്യമായി നടന്നു വന്നപ്പോൾ ഒരാൾക്ക്
നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പേടി മനസ്സിലാകും. അതായത് ഒരാൾക്കൊരു സുരക്ഷിതത്വം തോന്നുന്ന തരത്തിലല്ല ഈ സ്റ്റേജ് ക്രമീകരിച്ചത്. എത്രയോ ഉയരത്തിലാണ് ഈ സ്റ്റേജ് ഒരുക്കിയതെന്ന് തന്നെ മനസ്സിലാവും. അങ്ങനെ അതിനൊരു അനുമതി ഉണ്ടായിരുന്നു എന്നതൊക്കെ ചോദിച്ചറിയേണ്ടതാണ്. കാരണം മന്ത്രി പങ്കെടുക്കുന്ന, ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ സ്റ്റേജൊക്കെ കൃത്യമായി പോലീസ് എത്തി പരിശോധിക്കുന്നുണ്ട്. പരിശോധിക്കാറ് പതിവാണ്. ഈ സംഭവം നടന്ന ശേഷം DCP ഇവിടെ എത്തി പരിശോധിച്ചു എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം